ഖുർആൻ ആസ്വാദനം 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 6-ാമത്തെ ആയത്ത്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറൂ, ഇന്ന എന്ന് പറയുന്ന നൂനിൻ്റെ ഷദ് അവിടെ 2 ഹർക്കത്തിൻ്റെ അളവിൽ മണിച്ചുകൊണ്ടാണ് നമ്മൾ ഓതേണ്ടത്. സവ എന്ന് നീട്ടാനുണ്ട്. മദ് വാജിബ് മുത്തസിൽ എന്നാണ് പറയാം. 4 5 ഹർക്കത്തിൻ്റെ അളവിൽ ഇവിടെ നീട്ടേണ്ടതുണ്ട്. അഅൻദർതഹും അവിടെ ഇഖ്ഫ ആണ്. അൻദർത എന്നുള്ളത് ആദർത എന്ന് മറച്ച് മണിച്ചാണ് ഓതുന്നത്. അതുപോലെ തന്നെ അതേ നിയമമാണ് തുൻദിർഹും എന്ന് പറയുമ്പോഴും ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ തുൻദിർഹും എന്നാണ് പൊതുവെ ഓതി വരാറുള്ള ഒരു തെറ്റ്. തുൻദിർഹും ര എന്ന ശബ്ദമാണ് വരേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അവസാനം യുഅ്മിനൂൻ എന്ന് നീട്ടാനുണ്ട്. 2 4 6 ഈ ഏതെങ്കിലും അളവിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഓതാവുന്നതാണ്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. നിഷേധിക്കുന്നവരാകട്ടെ, നീ അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും സമമാണ്. അവർ വിശ്വസിക്കുകയില്ല, തീർച്ച. നിഷേധിക്കുന്നവർ എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത് അല്ലദീന കഫറു എന്ന പദദ്വയത്തെയാണ്. കാഫ് ഫ റാ എന്ന അക്ഷരത്രയത്തിൽ നിന്നാണ് കഫറയും കാഫിറും ഉണ്ടായിരിക്കുന്നത്. കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ഈ അക്ഷരത്രയം ഉപയോഗിക്കാറുള്ളത്. കഫറ എന്നാൽ മറച്ചു വെച്ചുവെന്നോ മൂടി വെച്ചുവെന്നോ ആണ് അർത്ഥം. മണ്ണിൽ വിത്ത് മൂടി വയ്ക്കുന്നത് കൊണ്ട് കർഷകൻ കാഫിറാണ്. കർഷകൻ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ തന്നെ കാഫിർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. 57-ാം അധ്യായത്തിലെ 21-ാം സൂക്തത്തിൽ. പ്രകാശത്തെ മൂടുന്നതിനാൽ ഇരുട്ടിനെ കാഫിർ എന്ന് പൗരാണിക കവിതകളിൽ വിശേഷിപ്പിച്ചത് കാണാം. അള്ളാഹുവിന് ജീവിതത്തെ സമർപ്പിക്കുകയാണ് ഇസ്ലാം. അത് സ്വീകരിച്ചവനെ ഖുർആൻ മുസ്ലിം എന്ന് വിളിക്കുന്നു. അത് സ്വീകരിക്കാത്തവരെ മൊത്തത്തിൽ വിളിക്കുവാൻ ഖുർആനിന് ഒരു പദം ആവശ്യമുണ്ട്. അതിനുപയോഗിച്ച പദം തന്നെയാണ് കാഫിർ. മനുഷ്യപ്രകൃതിയുടെ തേട്ടമാണ് ഇസ്ലാം. പ്രപഞ്ച സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും അവൻ്റെ മാത്രം ആരാധ്യത അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് കളങ്കമില്ലാത്ത മനുഷ്യപ്രകൃതി. ഈ പ്രകൃതിയെ മറച്ചു വയ്ക്കുകയാണ് അത് സ്വീകരിക്കാത്തവൻ ചെയ്യുന്നത്. അവൻ്റെ അകം അവനോട് ആവശ്യപ്പെടുന്നതിനെ പുറം കൊണ്ട് മൂടുകയാണവൻ. ശരിയെന്ന് തൻ്റെ മനസ്സ് സമ്മതിക്കുന്ന സത്യത്തെ മറച്ചുവെക്കുന്നവൻ. ഏതെങ്കിലും ഒരു സമൂഹത്തെ മൊത്തത്തിൽ പുലഭ്യം പറയുന്ന രീതി ഖുർആനിലില്ല. പടച്ചവന് ചില പങ്കുകാരുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് തങ്ങളെന്ന് അംഗീകരിക്കുന്ന മക്കയിലുള്ളവരെ ഖുർആൻ വിളിച്ചിരിക്കുന്നത് മുശ്രിക്കുകൾ അഥവാ ബഹുദൈവവാദികൾ എന്നാണ്. അതിൽ അവർക്ക് അരാജകത്വമൊന്നും തോന്നിയിട്ടില്ല. ത്രിയേകത്വത്തിൽ വിശ്വസിക്കുകയും യേശു ദൈവപുത്രനാണെന്ന് വാദിക്കുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പടച്ചവനിൽ പങ്കുചേർക്കുകയാണ് ചെയ്യുന്നതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. 5-ാം അധ്യായത്തിലെ 72, 73 സൂക്തങ്ങൾ. എന്നാൽ തങ്ങൾ ചെയ്യുന്നത് ശിർക്കാണെന്ന് അംഗീകരിക്കാത്ത അവരെ മുശ്രിക്കുകൾ എന്ന് ഖുർആൻ വിളിക്കുന്നില്ല. അവരെ വിളിക്കുന്നത് അവർക്ക് കൂടി ഇഷ്ടമുള്ള വേദഗ്രന്ഥത്തിൻ്റെ വക്താക്കൾ അഥവാ അഹ്ലുൽ കിതാബ് എന്നാണ്. യഥാർത്ഥ ദൈവിക ഗ്രന്ഥങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുകയും സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കി അവ ദൈവികമെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ എന്ന ഖുർആനിൻ്റെ തന്നെ ആരോപണമൊന്നും അവരെ അഹ്ലുൽ കിതാബ് എന്ന് വിളിക്കുന്നതിൽ നിന്ന് അതിനെ തടയുന്നില്ല. മാന്യമായ രീതിയിലാണ് ഖുർആൻ അവിശ്വാസികളെ അഭിസംബോധന ചെയ്യുന്നതെന്നർത്ഥം. കാഫിർ എന്ന അവിശ്വാസികളെ വിളിക്കാൻ ഉപയോഗിച്ച പദവും മാന്യമാണ്.
പൗരാണിക അറബിയിലോ ആധുനിക അറബിയിലോ ആരെയെങ്കിലും പുലഭ്യം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമല്ല കാഫിർ. അവിശ്വാസികളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ മാന്യമായ ഒരു പദം തിരഞ്ഞെടുക്കുകയാണ് ഖുർആൻ ചെയ്തിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കുന്നവൻ മുസ്ലിം, അംഗീകരിക്കാത്തവൻ കാഫിർ, അത്രമാത്രം. ഖുർആനിൽ നിരന്തരമായി ഉപയോഗിച്ചിട്ടുള്ള പദമാണ് കാഫിർ. ഇതും ഇതിൻ്റെ ബഹുവചനമായ കുഫാറും കൂടി 134 തവണ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ക്രിയയായ കുഫർ 34 തവണയും മറ്റു രൂപങ്ങൾ 250ഓളം തവണയുമുണ്ട്. എല്ലായിടത്തും ഒരേ തരക്കാരെയല്ല കാഫിർ എന്ന പദം പ്രതിനിധീകരിക്കുന്നത്. സത്യനിഷേധികളിലെ പ്രത്യേകക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നത്. അവിശ്വാസം, സത്യനിഷേധം എന്നീ അർത്ഥങ്ങളിൽ കുഫർ എന്ന രൂപത്തിലും നന്ദികേട് എന്ന അർത്ഥത്തിൽ കുഫ്രാൻ എന്ന രൂപത്തിലുമുള്ള പ്രയോഗങ്ങൾ കാണാം. ഈ രണ്ടർത്ഥങ്ങളിലും കുഫൂർ എന്നുപയോഗിച്ചിട്ടുണ്ട്. ഈമാൻ അഥവാ സത്യവിശ്വാസത്തിൻ്റെ വിപരീതമായി കുഫർ എന്നും മുഅ്മിൻ അഥവാ സത്യവിശ്വാസിയുടെ വിപരീതമായി കാഫിർ എന്നും പരക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നന്ദി അഥവാ ശുക്റിൻ്റെയും നന്ദിയുള്ളവൻ അഥവാ ഷാക്കിറിൻ്റെയും വിപരീതമായി കുഫർ, കാഫിർ എന്നിങ്ങനെ പ്രയോഗിച്ചതായും കാണാം. സത്യവിശ്വാസികളല്ലാത്തവരെ മൊത്തത്തിൽ വിളിച്ച പേരാണ് കാഫിർ എങ്കിലും എല്ലാ കാഫിറുകളും ഒരേപോലെയല്ലെന്ന് ഖുർആനിലെ പ്രയോഗങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവും. അറിയാതെ നിഷേധിക്കുന്നവർ, അജ്ഞത കൊണ്ട് വിരോധം വെച്ച് പുലർത്തുന്നവർ, സത്യമാണെന്ന് മനസ്സിലായ ശേഷവും ധിക്കാരവും പരിഹാസവും കൊണ്ട് നിഷേധിക്കുന്നവർ, ശാസ്ത്രപത്തോടെ വിശ്വാസികളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ എല്ലാവരും കാഫിറുകൾ തന്നെ. പക്ഷേ ഓരോരുത്തരെയും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള പടച്ചവൻ്റെ ശൈലി വ്യത്യസ്തമാണ്. അവരോടുള്ള വിശ്വാസികളുടെ നിലപാടുകളും വ്യത്യസ്തമാവണമെന്നാണ് ഖുർആനിൻ്റെ അനുശാസന. ഫാത്തിഹയിൽ വെച്ച് ദാസൻ നാഥനോട് ഹിദായത്ത് ചോദിച്ചപ്പോൾ ആവശ്യപ്പെട്ടത് തന്നെ അനുഗ്രഹീതരുടെ മാർഗത്തിലാക്കണം എന്ന് മാത്രമായിരുന്നില്ല, കോപത്തിന് വിധേയമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലാക്കരുത് എന്നുകൂടിയായിരുന്നു. അനുഗ്രഹീതരുടെ മാർഗത്തിലാകണമെങ്കിൽ മുത്തക്കിയാകണമെന്നും അങ്ങനെയാകുന്നവരുടെ ജീവിതത്തിന് മൊത്തത്തിൽ വഴികാട്ടിയായി അവർക്ക് മുന്നിൽ ഖുർആൻ ഉണ്ടാവുമെന്നും ആദ്യത്തെ പഞ്ചസൂക്ത ചക്രത്തിൽ അള്ളാഹു വ്യക്തമാക്കി. അള്ളാഹുവിൻ്റെ ശാപത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ അനുഗ്രഹിക്കണമെന്നാണ് വിശ്വാസിയുടെ അടുത്ത പ്രാർത്ഥന. അള്ളാഹു ശപിച്ചവരെന്നാൽ ഒരിക്കലും നന്നാകാൻ സാധ്യതയില്ലാത്തവരാണ് അതിനർത്ഥം. സത്യമെന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷവും അത് സ്വീകരിക്കാതിരിക്കുകയും അതിനെതിരെ കുതന്ത്രങ്ങൾ മെനയുകയും ചെയ്യുന്നവരാണവർ. മുത്തക്കിയുടെ നേർവിപരീതം. അറിവില്ലായ്മ കൊണ്ട് സത്യം സ്വീകരിക്കാത്തവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. തങ്ങൾക്ക് സത്യമെന്നറിയാനാവുന്ന കാര്യങ്ങൾ അഹങ്കാരം മൂലം നിഷേധിക്കുന്നവരുടെ സ്ഥിതി അതല്ല. അവർ ഉറക്കം നടിക്കുന്നവരാണ്. അവരെ ഉണർത്താൻ ആര് വിചാരിച്ചാലും കഴിയില്ല. സ്വയം സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതോടൊപ്പം അവർ നിഷ്കളങ്കരെ വഴികേടിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. അവരെയാണ് അള്ളാഹു ശപിച്ചത്. കാഫിറുകളിൽ ഏറ്റവും കഠിനം അവരാണ്. നന്നാകാൻ യാതൊരു സാധ്യതയുമില്ലാത്തവർ. അവരെയാണ് ഈ വചനം കാഫിർ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. മദീനയിലെ പ്രബോധിതരിൽ പ്രധാനികളായിരുന്നു അവിടെ ഉണ്ടായിരുന്ന 3 പ്രബലരായ യഹൂദ ഗോത്രങ്ങൾ. പടച്ചവൻ ഏകനാണെന്നും അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നും അറിയുന്നവർ, തങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ, പ്രവാചകന്മാരെ പരിചയമുള്ളവർ, തങ്ങളുടെ പക്കലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് അന്തിമ പ്രവാചകനെ മനസ്സിലാക്കാൻ കഴിയുന്നവർ. അവർക്കറിയാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം സത്യമാണെന്ന്. അവർക്കറിയാം അദ്ദേഹം ദൈവദൂതനാണെന്ന്. പക്ഷേ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവർ സന്നദ്ധരല്ല. കാരണം എന്താണ്? വെറും അഹങ്കാരം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് ഇസ്രായേലിയർക്കിടയിൽ നിന്നായിരുന്നില്ല എന്ന കുറവ് മാത്രമേ അവർക്ക് പറയാനുള്ളൂ. തെളിവുകളെല്ലാം അറിയാം, പക്ഷേ അവർ സ്വീകരിക്കാൻ ഒരുക്കമല്ല. ദുർമാർഗം വാങ്ങുന്നവർ, വിശ്വാസികളെ പിഴപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഞങ്ങൾ കേൾക്കുകയും ധിക്കരിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞവർ, നാവുകൾ വളച്ചൊടിച്ച് വേദവാക്യങ്ങളെ വികലമാക്കുന്നവർ, അങ്ങനെ അള്ളാഹുവിൻ്റെ ശാപം ലഭിച്ചവർ. ഇതാണ്
യഹൂദരെക്കുറിച്ച് ഖുർആൻ പറയുന്നത് 4-ാം അധ്യായത്തിലെ 44-ാം വചനം മുതൽ 46-ാം വചനം വരെ. സൂറത്തുൽ ഫാത്തിഹയിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമായവർ എന്ന് പറഞ്ഞത് ജൂതന്മാരെ കുറിച്ചാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അഹ്മദ്, തിർമിദി, ഇബ്നു ജരീർ, അബ്നു അബി ഹാത്തിം, ഇബ്നു ഹിബ്ബാൻ റഹിമഹുല്ലാ തുടങ്ങിയവർ നിവേദനം ചെയ്ത ഹദീസിലുണ്ട്. ഈ വചനത്തിൽ കാഫിറുകളെന്ന് പറഞ്ഞതും യഹൂദികളെക്കുറിച്ചാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും പറഞ്ഞതായി ഇമാം തബരി തൻ്റെ തഫ്സീറിലും പറഞ്ഞിരിക്കുന്നു. നീ അവർക്ക് താക്കീത് നൽകിയാലും താക്കീത് നൽകിയില്ലെങ്കിലും സമമാണ്, അവർ വിശ്വസിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മദീനയിൽ വെച്ച് അവതീർണമായ ഈ വചനം പറയുന്നത് അവിടെ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടിയ പുതിയ കാഫിറുകളെ കുറിച്ചാണ്. ജൂതന്മാരാണവർ. അവർ മക്കക്കാരെ പോലെയല്ല. മക്കയിലെ കാഫിറുകൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത ഉണ്ടായിരുന്നു എന്നത് നേരാണ്. പലരുടെയും ശത്രുത അറിവില്ലായ്മ കൊണ്ടായിരുന്നു. അവരുടെ മനസ്സിലെ അന്ധകാരമായിരുന്നു സത്യമാർഗം അംഗീകരിക്കുന്നതിൽ നിന്ന് പലരെയും തടഞ്ഞത്. അവർക്ക് വെളിച്ചം ലഭിച്ചതോടെ അവരിൽ മിക്കവരും പ്രവാചകന്റെ അനുചരന്മാരാവുകയും ചെയ്തു. എന്നാൽ ജൂതന്മാർ അങ്ങനെയായിരുന്നില്ല. അവർക്ക് സത്യമറിയാം. അഹങ്കാരം കൊണ്ട് മാത്രം സത്യം സ്വീകരിക്കുവാൻ സന്നദ്ധരല്ലാത്തവരായിരുന്നു അവർ. അവരിൽ വളരെ നിഷ്കളങ്കരായ ഏതാനും പേരൊഴിച്ച് മിക്കവരും ജീവിതാന്ത്യം വരെ ഇസ്ലാമുമായി ശത്രുതയിൽ തന്നെയാണ് കഴിഞ്ഞത്. പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിയിട്ടും അവർ മദീനയെ ചതിച്ചു. മാപ്പ് നൽകി നാടുകടത്തിയിട്ടും അവർ ഖൈബറിൽ വെച്ച് മദീനയ്ക്കെതിരെ യുദ്ധസന്നാഹങ്ങൾ ഉണ്ടാക്കി. ഉപദേശം ഫലപ്പെടാത്ത വിധം മനസ്സ് കടുത്തുപോയവർ. അവരാണ് കാഫിറുകളിൽ ഏറ്റവും കഠിനരായവർ. നന്നാവില്ല എന്ന് തീരുമാനിച്ചവർ. അവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ വിശ്വസിക്കുകയില്ല. സത്യമാണെന്നറിഞ്ഞതിനു ശേഷവും നിഷേധിക്കുന്ന സ്വഭാവമാണ് ജൂതന്മാരെ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാക്കിയത്. അതേ സ്വഭാവം ആർക്കുണ്ടായാലും അത് ദൈവകോപത്തിന് നിമിത്തമാകും. ഇസ്ലാം സത്യമാണെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ തങ്ങൾക്ക് പ്രതിവാദം ഉന്നയിക്കാൻ കഴിയാത്ത ഒരു തെളിവ് ലഭിച്ചാൽ അത് സ്വീകരിക്കുന്നതിന് പകരം മറ്റൊരു വിമർശനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അവർ ചെയ്യുക. സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഈ നിഷേധം കാഫിറുകളിൽ ഏറ്റവും കാഠിന്യമുള്ളവരായി അവരെ മാറ്റും. അവരോട് പിന്നെ ഉപദേശിക്കുന്നത് കൊണ്ടോ മുന്നറിയിപ്പ് നൽകുന്നത് കൊണ്ടോ യാതൊരു ഫലവുമില്ല. അവർ നന്നാവില്ല. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താനാവില്ലല്ലോ. താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും ഒന്നും അവർ വിശ്വസിക്കുകയില്ലെന്ന് പറഞ്ഞത് അത്തരക്കാരെ കുറിച്ചാണ്, സാധാരണ അവിശ്വാസികളെ കുറിച്ചല്ല. തൻ്റെ പ്രബോധിതരിൽ തനിക്കിഷ്ടപ്പെട്ട ചിലർ സത്യം മനസ്സിലാക്കിയിട്ടും അത് സ്വീകരിക്കാൻ സന്നദ്ധമാവുന്നില്ലെന്നത് പ്രവാചകനെ അലോസരപ്പെടുത്തിയിരുന്നു. അതേക്കുറിച്ചാണ് ഖുർആൻ അവരെ നേർവഴിയിലാക്കേണ്ടത് താങ്കളല്ല, അള്ളാഹുവാണ് അവനിച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കുക എന്ന് 2-ാം അധ്യായത്തിലെ 272-ാം സൂക്തത്തിലും താങ്കൾ ഇച്ഛിക്കുന്നവരെ നേർവഴിയിലാക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന് 28-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലും പറഞ്ഞത്. പ്രവാചകന്റെ പ്രബോധനത്തിന്റെ കുഴപ്പം കൊണ്ടല്ല, സത്യത്തോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന അവരുടെ സമീപനം കാരണം അള്ളാഹു തന്നെയാണ് അവർക്ക് വഴികേട് വിധിച്ചതെന്ന് വ്യക്തമാക്കുന്ന ബഖറയിലെ 6-ാം വചനം പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ടുകൂടിയുള്ളതാണ്. സത്യം മനസ്സിലാക്കിയിട്ടും അത് സ്വീകരിക്കാത്തവരെ കുറിച്ച് ആലോചിച്ച് ഖിന്നനാവേണ്ടവനല്ല. എല്ലാവർക്കും സത്യസന്ദേശം എത്തിക്കുകയെന്ന തൻ്റെ ദൗത്യ നിർവഹണവുമായി മുന്നോട്ട് പോകേണ്ടവനാണ് പ്രവാചകൻ എന്ന സന്ദേശം കൂടി ഇതിലുണ്ട്. പ്രബോധിതരുടെ പ്രതികരണങ്ങൾ പ്രബോധകരുടെ വീര്യം കെടുത്തുകയോ നിരാശരാക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന പാഠം എല്ലാ കാലത്തേക്കുമുള്ളതാണ്. സത്യം സ്വീകരിക്കുകയില്ല എന്ന വാശി കാരണം അള്ളാഹു തന്നെ വഴികേടിലാക്കിയവരുടെ പ്രതികരണങ്ങൾ പ്രബോധകർ നിരാശരാകുന്നതെന്തിന്? അത്തരക്കാർ എന്നും അങ്ങനെയായിരുന്നു, എന്നും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും.